നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നാദാപുരത്ത് പീഡനത്തിനിരയായ LKG വിദ്യാർത്ഥിനിയെയും മാതാവിനെയും അപമാനിച്ച് സിറാജുൽ ഹുദ ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ പ്രസംഗം പുറത്ത്. ബാലികയെ രൂക്ഷമായി അധിക്ഷേപിക്കുന്ന പ്രസംഗത്തിൽ പീഡനത്തിന് ഇരയായെങ്കിൽ കുഞ്ഞെന്തുകൊണ്ട് നിലവിളിച്ചില്ലെന്നും ചോദിക്കുന്നുണ്ട്. പീഡനത്തിനിരയായ സ്വന്തം സ്ഥാപനത്തിലെ ബാലികയോട് സ്ഥാപനത്തിന്റെ മേലധികാരിയുടെ മനോഭാവം വ്യക്തമാക്കുന്നതാണ് ഈ പ്രസംഗം. പെൺകുട്ടി അസ്വാഭാവികമായി പെരുമാറുന്നത് താൻ കണ്ടതായും അങ്ങനെയാണ് സംശയം തോന്നിയതെന്നും മാതാവ് പറഞ്ഞതിനെയാണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയുള്ള ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പരിഹസിക്കുന്നത്. ബലൂൺ ഇങ്ങനെ ഊതി പൊക്കിയിട്ട് ആ ബലൂൺ കൊണ്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കളിക്കുന്നത് ഉമ്മ കണ്ടുപോലും. ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എടുത്താൽ കിട്ടിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയെങ്കിലും അടിച്ചല്ലേ പറയുന്നത്. 4.5 വയസ്സുകാരി പീഡനത്തിനിരയായാൽ ജീവഹാനി സംഭവിക്കുകയോ ബോധരഹിതയാവുകയോ അല്ലെങ്കിൽ നിലവിളിക്കുകയെങ്കിലും ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നും പേരോട് ചോദിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ കുട്ടി നിലവിളിക്കണം. നിലവിളിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഓടാനും ചാടാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. 4.5 വയസ്സുള്ള കുട്ടി ഈ നിലക്ക് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടിയിട്ട് ഇങ്ങോട്ട് ക്ലാസ്സിലെത്തുമെന്ന് എനിക്ക് തോന്നില്ല. ഇനി ഓടിയിട്ട് അങ്ങനെ അവരങ്ങണ്ടാൽ പ്രത്യേകമായി കറാമത്തുണ്ടോ മറ്റോ വരണം. ശരി, അങ്ങനെ കേട്ട് കുട്ടി വന്നാൽ തന്നെ ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് വരണം. നിലവിളിച്ചുകൊണ്ട് എന്നെ ഇതാ ഇന്നാണ് ചെയ്തു എന്ന് പറയണം. ബാലിക പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ 11 സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സ്ഥാപന മേധാവി നടത്തിയ 40 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലുടനീളം 4.5 വയസ്സുകാരിയെയും കുടുംബത്തെയും അവഹേളിക്കുന്ന പരാമർശങ്ങളാണ് നടത്തുന്നത്. കേസിൽ അറസ്റ്റിലായ മതപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളെ സ്ഥാപന മേധാവികൾ വെള്ളപൂശുമ്പോഴാണ് സംഭവത്തിലെ ഇരയെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത്. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നാസർ ഫൈസി കൂടത്ത SYSന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ഒപ്പം ശ്രീ ഫക്രുദ്ദീൻ, ഒപ്പം അബ്ദുള്ള എന്നിവർ നമ്മോടൊപ്പം തത്സമയം വിവിധ സ്റ്റുഡിയോയിലും ചേരുന്നു. ആദ്യം ശ്രീ നാസർ ഫൈസി, ഇരയെ ഇത്രമേൽ മോശമായി അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തുക, ഒരു സ്ഥാപനത്തിന് രക്ഷാധികാരി എന്നത് മാറ്റി നിർത്താം, ഒരു വലിയ മതപണ്ഡിതൻ, സമുദായത്തിൽ ഇത്രയധികം അംഗീകാരം ലഭിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇത്തരമൊരു കേസിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടിയെ ഇത്രമേൽ അധിക്ഷേപത്തിൻ്റെ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം അപമാനകരമായി തോന്നുന്നില്ലേ? തീർച്ചയായും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇതേ സംബന്ധിച്ചുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയതാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രഭാഷണം, അതിന്റെ ഓഡിയോ പുറത്തു വന്നല്ലോ. ആ പരാമർശത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പിറ്റേ ദിവസം SKSFന്റെ പൊതുയോഗത്തിൽ ഞാൻ അവിടെ പ്രസംഗിച്ചത്. ആ പരാമർശത്തെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് പീഡനം നടത്തിയതിനേക്കാൾ വലിയ പീഡനമാണ്. അബ്ദുറഹ്മാൻ സഖാഫി ആ കുട്ടിയെ വീണ്ടും വീണ്ടും വേട്ടയാടുകയാണ്. അതുകൊണ്ട് തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്താൽ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി പുറത്തു കൊണ്ടുവരാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കേണ്ട, മതമൂല്യങ്ങളെ ഉയർത്തിക്കാണിക്കേണ്ട പണ്ഡിതന്മാർ ഈ രൂപത്തിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ സമൂഹത്തെ മൊത്തമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാകുമെന്ന കാര്യം തീർച്ചയാണ്. മതപണ്ഡിതന്മാർക്ക് ഇതാകാമെങ്കിൽ സാധാരണക്കാർക്ക് എന്തുമാകാം എന്ന നിലപാടിലേക്ക് സമൂഹം പോകും. വേരി തന്നെ വിളവ് തിന്നുന്നു എന്നതാണ് ഇതിന്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പറയാനുള്ളത്. ഇത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രമല്ല, കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സഭ്യേതര ഭാഷകളും അശ്ലീല പ്രയോഗങ്ങളും നടത്തി മറ്റുള്ളവരെ പരിഹസിക്കുക എന്നത് അവരുടെ ശൈലിയാണ്. ഞാൻ പറയാം താങ്കളിലേക്ക്. അദ്ദേഹം വലിയ ഒരു 40 മിനിറ്റിൽ അധികം നീണ്ട പ്രഭാഷണമാണ് അല്ലെങ്കിൽ പ്രസംഗമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. ആ കുട്ടി എന്തുകൊണ്ട് നിലവിളിച്ചില്ല, എന്തുകൊണ്ട് അയൽവാസികളോട് പറഞ്ഞില്ല, ടീച്ചർമാരോട് പറഞ്ഞില്ല തുടങ്ങിയ യുക്തികളാണ് അദ്ദേഹം അത് പൊളിക്കാൻ നിരത്തുന്നത്. അത് മാറ്റി നിർത്താം. ആ കുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങേയറ്റത്തെ തരംതാണ ഭാഷയിൽ ചില പരാമർശങ്ങൾ നടത്തുകയും ചില വഷളൻ ചിരികൾ പാസ്സാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെയും ഈ പ്രസംഗത്തിന് വലിയ തോതിൽ കയ്യടി കിട്ടുന്നുണ്ട് എന്നതാണ് നിർഭാഗ്യകരം. ഇങ്ങനെ എന്തു ചെയ്താലും അത് സമുദായത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ചില ചോദ്യം ചെയ്യലുകൾ ഉണ്ടായാൽ അത് സമുദായത്തെ ചോദ്യം ചെയ്യലായി മാറ്റുന്നു, സമുദായത്തെ തകർക്കലായി മാറ്റപ്പെടുന്നു എന്ന സാഹചര്യം എത്രത്തോളം അപകടം വലിച്ചു വരുത്തുന്നുണ്ട് ഇവിടെ? നേതൃത്വം എന്തുകൊണ്ട് വന്നാലും സ്വീകരിക്കാനൊരു സമൂഹം. ശ്രീ അബ്ദുള്ള താങ്കളോട്. എന്നോടല്ലേ ചോദ്യം? ശ്രീ അബ്ദുള്ള താങ്കളോട്. അല്ല, സമുദായത്തിന്റെ അംഗീകാരം കിട്ടാതിരിക്കില്ല. കാരണം അതെ, സമുദായത്തിന്റെ അംഗീകാരം, കാരണം രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ ചില നിക്ഷിപ്ത താല്പര്യക്കാരായ മതസംഘടനകൾ,
അവർക്കൊക്കെ വേണ്ടത് എന്താണോ അതാണ് നമ്മുടെ ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ ഉസ്താദ് കാന്തപുരം അബൂബക്കർ മുസ്ലിം മുതലായവർ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പ്രസംഗം എന്തുകൊണ്ട് എന്നിട്ടും നമ്മുടെ ഇവിടെയുള്ളതായ മഹിളാ അസോസിയേഷനുകളോ മഹിളാ യുവമോർച്ചക്കാരോ അതുപോലെയുള്ളതായ മനുഷ്യാവകാശ സംഘടനകളോ ഒരു വിഷയമാക്കി ഏറ്റെടുക്കുന്നില്ല എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വോട്ട് ബാങ്കാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇത്രയും നികൃഷ്ടമായ, നീചമായ, നിന്ദ്യമായ ഒരു പ്രസ്താവന ഒരു മതപണ്ഡിതൻ പോകട്ടെ, സാധാരണ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് 4.5 വയസ്സായ ഒരു കുട്ടി അവരുടെ ആ പ്രൈവറ്റ് ഭാഗത്തേക്ക് ബലൂൺ കൊണ്ടടിക്കുന്നത് പിന്നെ എന്തിനാണെന്ന് അദ്ദേഹം പറയുന്നത്? ആ കുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തേജനം ലഭിച്ചതുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. 2, ഇവിടെ പ്രതിയും ജഡ്ജിയും ഒരാളായി മാറുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന മതപണ്ഡിതൻ അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നാൽ അദ്ദേഹം ചെയ്യുന്നത് പോലീസിനെ ഏൽപ്പിക്കുകയാണ്. ഇത് എവിടെയും നടക്കുകയില്ല. അസാധാരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്ഥലത്ത് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെയുള്ള വളരെ വാത്സല്യത്തോടുകൂടി വളരെ മാന്യമായി വാത്സല്യപൂർവ്വം പെരുമാറേണ്ട ഒരു കുട്ടിയെ ഇത്തരത്തിലുള്ള ഒന്നിന് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ കുട്ടി അനാവശ്യമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാര്യവുമില്ല. പേരോട് സ്വന്തത്തോട് ചോദിക്കൂ, എന്തിനാണ് ഈ ചെറിയ കുട്ടി, അതിന്റെ മാതാക്കൾ ഇത്തരത്തിലുള്ളതായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രസ്താവന എന്തിനു നടത്തണം? ഡെറ്റോൾ ഉപയോഗിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി അന്ന് പറഞ്ഞിരുന്നത് ഈ സംഭവം നടന്നിട്ടില്ലെന്ന് അദ്ദേഹം ആദ്യം നിഷേധിച്ചിട്ടില്ല. ഒരു ബസ് കണ്ടക്ടറുടെ ക്ലീനറുടെയോ മേലിൽ ആരോപണം, അത് അയാളാണ് ഉത്തരവാദി, നിരപരാധികളെ പിടികൂടുകയാണ്, അപരാധിയെ വിടുന്നു എന്നൊക്കെ പറഞ്ഞ ആള് മലക്കം പറഞ്ഞ് ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുള്ളവർ രംഗത്തിറങ്ങി തൊണ്ടി സഹിതം ആളുകളെ പിടിച്ചപ്പോൾ അത് അനാഥാലയങ്ങളാണ്, അല്ല അനാഥക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ പല പരാമർശങ്ങളും അവർ നടത്തി. ശ്രീ ഫക്രുദ്ദീൻ, ഇക്കാര്യത്തിൽ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, ഒപ്പം അത് മറ്റു ചിലരിലേക്ക് തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യക്തമാവുകയും ചെയ്തതാണ്. പക്ഷേ ഇത്ര കടുത്ത പരാമർശങ്ങൾ ഒരു ചെറിയ പെൺകുട്ടിയെ സംബന്ധിച്ച് നടത്തുക, അത്രമേൽ മോശമായത് പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുക, കയ്യടി വാങ്ങിക്കുക, അങ്ങനെ അത് ആവർത്തിച്ചു പോവുക, ഇത്തരം ചെറിയ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ പോലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം പരിപാടികൾക്കൊന്നുമെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ശക്തമായി ഉയർന്നു വരുന്നില്ല എന്നത് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന മതവികാരം എന്ന് പറയുന്ന സാധനത്തെ എല്ലാവർക്കും പേടിയാണ്. അത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അല്ലെങ്കിൽ യുവജന സംഘടനകൾക്കൊക്കെയും പേടിയാണ്. അതുകൊണ്ട് അവരാരും ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർത്തും വേദനാജനകമായ ഒരു അവസ്ഥാവിശേഷം തന്നെയാണിത്. നേരത്തെ അബ്ദുള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തന്നെയാണ് പ്രശ്നം. നമുക്കറിയാം, നാദാപുരം എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ കേരളത്തിൽ ഒരുവിധ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഈ നാദാപുരത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ എനിക്കൊന്ന് മെയിൻ സ്ട്രീമിന് വിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും കാര്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ ഭീഷണികൾക്ക് നേരെയുള്ള കൃത്യമായ ചൂണ്ടുവലകയാണ്. ഇത് ഒരു സംഭവം എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിൽ കാണാൻ പറ്റില്ല. മലബാറിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, നാട്ടും പ്രദേശങ്ങളിലെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിനാണ്, എനിക്ക് വളരെ കൃത്യമായിട്ട് പറയും, മദ്രസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള ലൈംഗിക അരാജകത്വമുണ്ട്. അബ്ദുള്ളക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നിയെന്ന് വരാം. കാരണം അധ്യാപകർ, ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ അധ്യാപകരായി വന്ന ആളുകൾ ഞങ്ങളത് തമാശ പറയായിരുന്നു. ഒരുത്ത 4ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ അവൻ മർക്കസിലോ മറ്റോ പോയിട്ട് പിന്നെ 4 ദിവസം പഠിച്ചു വന്നിട്ട് അധ്യാപകനാവും. ഇവൻ കാണിച്ചു കൂട്ടുന്ന ലൈംഗിക വൈകൃതങ്ങളുണ്ട്. ഇത് പലപ്പോഴും കുട്ടികൾ എനിക്കൊക്കെ അറിയാവുന്ന പല കുടുംബങ്ങളിലുള്ള കുട്ടികൾ ഇതൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ ഭാവി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആരും കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദുരന്ത സമുദായത്തിനുള്ളിൽ തന്നെയുണ്ട്. ഇത് സമുദായത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കറിയാം, ആരും ഇത് ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിലും ഭീകരമായ പീഡനങ്ങൾ മലബാറിൽ മുസ്ലിം ഗൾഫ് ഭാര്യമാർ അനുഭവിക്കുന്നുണ്ട്. ഈ വിഷയം വേണ്ട വിധത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സാമുദായിക സംഘടനയോ ടേക്കപ്പ് ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു ഇഷ്യൂ, ഹോമോസെക്ഷുവാലിറ്റി. മദ്രസിലെ ദർസിൽ പോകുന്ന വിദ്യാർത്ഥികളെ ശ്രീ നാസർ ഫൈസി, നേരത്തെയൊക്കെ ഈ ചുംബന സമരം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ മത നേതൃത്വങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മതപരമായ ആഴത്തിലുള്ള പഠനവും അത്തരം ബോധവും ഇല്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാവുന്നതെന്നായിരുന്നു. മതസ്ഥാപനങ്ങൾക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന നേതൃത്വം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് ഗൗരവതരമായി തോന്നുന്നില്ലേ നേതൃത്വത്തിലിരിക്കുന്ന നിങ്ങൾക്ക്? മദ്രസകളിൽ അങ്ങനെ ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്നു എന്ന് പറയുന്നതും ശരിയല്ല.
മതസ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ധാർമ്മികത ഉണ്ടാകുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഫക്രുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടാവും. മത സ്ഥാപനങ്ങൾക്കും മത ചിന്താഗതികൾക്കുമെതിരെ പറയാവുന്ന ഒരവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നെന്ന് മാത്രം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്കൂളുകളിൽ പീഡനം നടന്നാൽ, സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടാൽ മൊത്തം സ്കൂളുകളെ ആക്ഷേപിക്കാനോ സ്കൂൾ തന്നെ വേണ്ടെന്ന് പറയാനോ സാധ്യമല്ല. കോളേജുകളിൽ നടക്കുന്ന ലൈംഗിക രാജകത്വങ്ങളുടെ പേരിൽ കോളേജ് എന്ന് പറയുന്നത് ഇവിടെ എലിയെ ഭയപ്പെട്ട് ഇല്ലം ചുടുന്നതല്ല ശരി. മതസ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ചില സ്ഥാപനങ്ങൾ നടക്കുന്ന ഇത്തരം വൃത്തികെട്ട സമീപങ്ങളെ പൊക്കിക്കാണിച്ച് ഒരു സമൂഹത്തിന്റെ മൊത്തം ധാർമ്മിക സ്ഥാപനങ്ങളെ ഇടിച്ചു താഴ്ത്താൻ കഴിയില്ല. ഇവിടെ വളരെ വലിയ വ്യക്തമായിരിക്കുന്ന ഒരു പ്രശ്നം, നേതൃത്വം എന്ത് പറയുന്നുവോ അല്ലെങ്കിൽ കാന്തപുരം എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു അന്ധവിശ്വാസം ഈ സമൂഹത്തിൽ വളർന്നു വരുന്നു. ദൈവം തമ്പുരാൻ എന്ത് ചെയ്യണമെങ്കിലും കാന്തപുരത്തോട് ചോദിച്ചിട്ടേ ചെയ്യൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് പോലും ആ വിശ്വാസം വളർന്നു വരുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരം ചിന്താധാരകൾ വരും. ഇവിടെ കൊണ്ടുവന്ന മുടിയും അതുപോലെ അന്ധവിശ്വാസങ്ങളെയും വർദ്ധിപ്പിക്കുന്ന ചില പ്രവണതകൾ ആ വിഭാഗത്തിൽ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആരുമില്ല. കാന്തപുരം സമ്മതിക്കുന്ന പക്ഷം എന്ത് ലൈംഗിക രാജകത്വം ഞങ്ങൾക്ക് നടത്താമെന്നും അതിനെ ഏത് ഭാഷയിൽ ന്യായീകരിക്കാമെന്നുമുള്ള അവരുടെ ചിന്താധാരയാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ഈ പറയുന്ന മർക്കസിനെ സഹായിക്കാൻ അല്ലെങ്കിൽ ഈ സിറാജുൽ ഹുദ സ്ഥാപനത്തെ സഹായിക്കാൻ ഒരു മന്ത്രി നേരിട്ട് ഇടപെടുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഈ കേസ് തേച്ചുമായ്ക്കപ്പെട്ടു പോകുന്നതെന്ന്. അതിന്റെ ഭാഗമായി അവിടുത്തെ ബസ് ക്ലീനറെയൊക്കെ പ്രതിയാക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു. പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം നിങ്ങൾ ഉന്നയിച്ചത്? ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി ചോദിക്കട്ടെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാദാപുരത്ത് നിലവിലുണ്ടായിരുന്ന ഡിവൈഎസ്പിയെ മാറ്റി 2 ദിവസത്തേക്ക് മാത്രം മറ്റൊരു സ്ഥലത്തെ ഡിവൈഎസ്പിയെ കൊണ്ടുവരേണ്ട കാര്യം? ഇതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? നിലവിലുള്ള നാദാപുരം ഡിവൈഎസ്പിയിൽ ഇത് കഴിവുകെട്ട ആളാണോ? അല്ലെങ്കിൽ ഇവരുടെ ചില മന്ത്രിമാരുടെയോ അതല്ലെങ്കിൽ ഇവിടെ ചില വ്യക്തികളുടെയോ പണത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ആളാണോ നാദാപുരം ഡിവൈഎസ്പി എന്ന ധാരണയാണല്ലോ ഇതിന്റെ പിന്നിൽ പറക്കുന്നത്. ഞാൻ താമരശ്ശേരി വന്ന ഡിവൈഎസ്പി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇവിടെ വ്യക്തമാണ് കാര്യം, ഇവിടെ ആരോ ഇടപെടുന്നുണ്ട്. ഈ ഇടപെടുന്നതിൽ കോഴിക്കോട് ജില്ല നാദാപുരം മലബാർ പ്രദേശത്തെ ഒരു മന്ത്രി കഴിഞ്ഞ കാലങ്ങളോളം കാന്തപുരത്തിന്റെ വഴിവിട്ട നിലപാടുകളെ പൂർണ്ണമായി ന്യായീകരിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുകയുമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ ചില സമീപനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. അദ്ദേഹം എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കും, സംഘടനയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന ഭീഷണിയാണ് മുഴക്കിയിട്ടുള്ളത്. വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഈ രൂപത്തിൽ വിമർശനങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മാന്യത കാണിക്കുന്നതിന് പകരം നിയമപരമായി കൂടി തന്നെ നേരിടുമെന്ന ഭീഷണിയാണ് മുഴക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആര്യാടൻ മുഹമ്മദിന്റെ ഈ സമീപനങ്ങളെ സമൂഹത്തിന് തുറന്നു കാണിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അദ്ദേഹത്തിന്റെ വഴിവിട്ട ഈ സഹായം ആവർത്തിക്കുകയാണെങ്കിൽ സുന്നി പ്രവർത്തകന്മാരെ ആക്രമിക്കുന്ന കാന്തപുരത്തിന്റെ റൌഡിസത്തിനെ ന്യായീകരിക്കാനും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനും അതായത് ഇക്കാര്യത്തിൽ ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതിൽ ആര്യാടൻ മുഹമ്മദ് പ്രവർത്തിച്ചോ എന്നത് വേറെ കാര്യം. പുറത്തുനിന്ന് മറ്റൊരു ഡിവൈഎസ്പി വന്ന് ഈ കേസ് അന്വേഷിക്കുന്നു. ആദ്യം തന്നെ ഞങ്ങൾക്കറിയാമായിരുന്ന അല്ലെങ്കിൽ പെൺകുട്ടി അവിടെ നിന്ന് പുതുതായി കുളിച്ച് ഡെറ്റോളിൻ്റെ മണമുണ്ടായിരുന്നു കുട്ടി അവിടെ നിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ. പക്ഷേ ഈ നേതൃത്വം പറയുന്നു അവർ 9 ദിവസം കഴിഞ്ഞാണ് ഇത് അറിഞ്ഞത് എന്ന്. പിന്നെ ഇപ്പോൾ നടത്തുന്ന ഈ പരാമർശങ്ങളും പിന്നീട് അവിടുത്തെ ബസ് ക്ലീനറെ പ്രതിയാക്കാൻ നടത്തിയ ശ്രമം അതിൻ്റെ കള്ളി വിളിച്ചതായ സംഭവം. അപ്പോൾ എന്തു തരം അനാശാസ്യവും അനാവശ്യവും എന്ത് മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും കുറേ ആളുകളുടെ പിന്തുണയുണ്ട്, ഒരു വോട്ട് ബാങ്ക് സ്വന്തമായി കയ്യിലുണ്ടെങ്കിൽ സഹായം ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ സർക്കാർ സജ്ജമാണ്. ആ നേരത്തെ ഏത് കേസും അട്ടിമറിച്ച് കൊടുക്കാനുണ്ട് എന്നതിൻ്റെ പുതിയൊരു തെളിവ് അല്ലെങ്കിൽ പുതിയൊരു സൂചന, ഉദാഹരണം എന്ന നിലയ്ക്ക് മാത്രം കാണേണ്ടതാണോ ഇതിനെ? ഞാൻ വരാം താങ്കളിലേക്ക്. ചെറിയ സാങ്കേതിക പ്രശ്നം. ശ്രീ ഫക്രുദ്ദീൻ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചില്ല, ആ പെൺകുട്ടി അടുത്തുള്ള കുട്ടികളോട് പോയി പരാതി പറഞ്ഞില്ല, ടീച്ചറോട് ആദ്യം പറഞ്ഞില്ല, വീട്ടിൽ പോയി പറഞ്ഞ് പോലീസിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല, 4.5 വയസ്സ് മാത്രമുള്ള കുട്ടി അങ്ങനെയൊക്കെ പ്രവർത്തിക്കണമായിരുന്നു എന്ന യുക്തിയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് എത്രത്തോളം ഇരയോട് കാണിക്കുന്ന ഒരു നീതി, അല്ലെങ്കിൽ ഒരു ഇത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ചെറിയ ഒരു കുട്ടിയോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ അല്ലെങ്കിൽ പറയുന്നതിലൊരു സാമാന്യ യുക്തി ഒക്കെ കാണാനുണ്ടോ അതിൽ? ഇതൊരു വലിയൊരു ക്രൂരതയാണ് സത്യത്തിൽ. വളരെ ചെറിയൊരു കുട്ടി, ഇപ്പം ഖുർആനും ഹദീസും എല്ലാം പറയുന്നത്
നമ്മളത് വളരെ ലിബറലായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഇരയുടെ ഭാഗത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവന്റെ ഭാഗത്തിൽ അതിന് മതമോ ജാതിയോ ഒന്നും പ്രശ്നമല്ല എന്നാണ്. ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഖലീഫ ഉമർ ആണെങ്കിലും ജഹാംഗീറിനെ പോലെയുള്ള രാജാക്കന്മാർ ഇവരെല്ലാം തന്നെ ചെയ്ത നീതിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറായ ആളുകളാണ്. ഇവിടെയാണ് നമ്മൾ കാണുന്നത് സ്വന്തം സമുദായത്തിലെ അതും എട്ടും പൊട്ടും തിരിയാത്തെന്ന് ഞങ്ങൾ മലബാറിൽ പറയും. 4.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്ര ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ട് ആ കുട്ടിയെ വിക്ടിമൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് ഇദ്ദേഹത്തിന് ആത്യന്തികമായിട്ട് ഖുർആനെ പറ്റി ഹദീസിനെ പറ്റി മാത്രമല്ല മാനുഷിക മൂല്യങ്ങൾ പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു മെന്റാലിറ്റിയുടെ പ്രശ്നമാണ്. ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇവർ പല ആളുകളും പിന്തുടർന്ന ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ കാട്ടറബികളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ഈ കാട്ടറബികളുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഇന്ന് ചില സമുദായ നേതാക്കന്മാരിലൂടെ ഇത്തരം പ്രസ്താവനകളായിട്ട് പുറത്തു വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇവരെല്ലാം തന്നെ കോട്ട് സൂട്ട് ബെൻസ് കാറും ഗൾഫ് പണവും കൊണ്ട് ബെൻസ് കാറിൽ സഞ്ചരിക്കുമ്പോൾ ഓടി കാറിൽ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ മനസ്സെല്ലാം മൃഗതുല്യമായിട്ടുള്ള ഒരു മിഡീവൽ കാലഘട്ടത്തിൽ ഇരുന്ന് പോയതിന്റെ പ്രശ്നമാണ്. ഇത് RSS മുമ്പ് നമ്മൾ RSSനെ പറ്റിയാണ് ഇത് പറയാറുള്ളത്. ഇത് RSSനെക്കാട്ടും കൂടുതൽ യോജിക്കുക ഇത്തരം സംഘടനകൾക്ക് അവരുടെ നേതാക്കന്മാർക്കാണ്. ഇവർ കമ്മ്യൂണൽ അല്ല, ഒരു മതസംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്? ഇത് ആത്യന്തികമായിട്ട് ഒരു സാമുദായിക ദ്രോഹം മാത്രമല്ല, മനുഷ്യത്വത്തോട് മനുഷ്യനോട് കാണിക്കുന്ന ദ്രോഹം കൂടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ. അതായത് നേരത്തെ തന്നെ ഇപ്പോൾ ഈ മർക്കസിൻ്റെ ചീഫിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം AP അബൂബക്കർ മുസ്ലിയാർ പെൺകുട്ടികൾ 16ാമത്തെ വയസ്സിൽ വിവാഹിതരാവേണ്ടവരാണ്, അവർക്ക് പ്രായപൂർത്തി അങ്ങനെയാണ് എന്ന് കർശനമായ നിലപാടെടുക്കുകയും അത് അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നിയമപരമായി വേണമെങ്കിൽ നടത്തുമെന്ന് പറയാൻ തയ്യാറായാണ് അദ്ദേഹം. ഒപ്പം ഇത്തരം കാര്യത്തിലായാൽ പോലും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം, അതായത് നമ്മുടെ കാലം ഇങ്ങനെ വളർന്നതനുസരിച്ച് ആ സമുദായത്തിൻ്റെ നേതൃത്വം ആളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ ഒരു രീതികൾ എങ്ങനെയാണ്, പുതിയ കാലത്തെ മനുഷ്യാവകാശം എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നതാണെന്നും മനസ്സിലാക്കുന്ന തരത്തിലേക്ക് വളരുന്നില്ല. അപ്പോൾ ഈ സമുദായത്തിനകത്ത് ഇത്തരം പുരോഹിതന്മാരെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ അന്ധമായ മതവിശ്വാസം മാത്രം പഠിപ്പിക്കുന്നതിനപ്പുറത്ത് ഇത്തരം മാനുഷിക വശങ്ങൾ കൂടി, ഇത്തരം പുരോഗമന ധാരയെ കൂടി പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയില്ല. അതിപ്പോൾ വിമർശിക്കപ്പെടണം എന്നാണ് താങ്കൾ പറയുക. ശ്രീ ഫക്രുദ്ദീൻ, കൃത്യമായിട്ടും നമ്മുടെ മദ്രസകളിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ആത്യന്തികമായിട്ട് എന്നോ എഴുതി വെച്ച, പണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി സോവിയറ്റ് റഷ്യയിലെ എന്നോ എഴുതി വെച്ച ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിലും ഭീകരമായ രീതിയിലാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിലായി ചരിത്രം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ചരിത്രം അപ്ഡേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായി മധ്യകാലഘട്ടത്തിൽ ആരോലോ വിരചിതമായ ചരിത്രം അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മെത്തഡോളജി, 4 കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് കാര്യമില്ല. ടീച്ചിങ്ങിൽ പുതിയ കാലഘട്ടത്തിലെ മെത്തഡോളജി ഇവർ ആത്യന്തികമായി ഉൾക്കൊള്ളുന്നില്ല. മാനവികത പോലെയുള്ള മൂല്യങ്ങൾ ഇവർ ഉൾക്കൊള്ളുന്നില്ല. ഇവർ കുട്ടികളെ ചില ബൈഹാർട്ടായിട്ട് എന്തൊക്കെ പഠിപ്പിക്കുന്നു. അത് മുജാഹിദുകളാണെങ്കിൽ അവർ പഠിക്കുന്ന മലയാളത്തിലായതുകൊണ്ട് കുറച്ചെങ്കിലും മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കാം. ഇവരുടെ ഈ സുന്നി സ്കൂളുകളിലാണെങ്കിലും മദ്രസകളിലാണെങ്കിലും അറബിക്കിലാണ് പഠിപ്പിക്കുന്നത്. ഞാനൊക്കെ പോയതാണ്. എനിക്കൊന്നും അന്ന് ഈ ഹദീസും മറ്റും ബൈഹാർട്ട് ചെയ്യാന്നല്ലാതെ പറയുന്ന പോലും മനസ്സിലായിട്ടില്ല. മാത്രമല്ല ഇത് ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും, ഞാൻ പറഞ്ഞില്ല, പല അധ്യാപകർക്കും അടുത്ത കാലഘട്ടം വരെ മിനിമം യോഗ്യത പോലും ഇല്ലായിരുന്നു. 10ാം ക്ലാസ് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ ദർസിൽ പോയി ചേരുന്ന പുതിയ കാലഘട്ടത്തിനനുസരിച്ച് സമുദായ നേതൃത്വം എന്തുകൊണ്ടാണ് പുരോഗമനപരമായി ചിന്തിക്കാത്തത്? അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താധാര അവരുടെ ഉള്ളിൽ രൂപപ്പെടാത്തത്? അത് അവർ പഠിച്ചു വന്ന വഴിയുടെ കുഴപ്പമാണോ? അത് പൊളിച്ചു മാറ്റി പുതിയതായി ഉണ്ടാക്കേണ്ട ഒന്നാണോ പുരോഹിതരായി മാറ്റപ്പെടുന്ന അവരുടെ വഴി? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം എനിക്ക് മുഴുമിപ്പിക്കേണ്ടതുണ്ട്. അതായത് ആത്മീയതയുടെ പഠന കേന്ദ്രങ്ങൾ ആ യഥാർത്ഥമായ ആത്മീയതയെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പകരം മതം എന്ന് പറയുന്നത്, മതപഠനം എന്ന് പറയുന്നത് വാണിജ്യവൽക്കരിക്കപ്പെടുകയും താൽക്കാലികമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് ഈ ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല, സുന്നികളിൽ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും എന്നല്ല ഈ മുസ്ലിങ്ങളല്ലാത്തവർ നടത്തുന്ന അവരുടെ നേതൃത്വത്തിലുള്ളതായ ആത്മീയ കേന്ദ്രങ്ങൾ ഇതുപോലെയുള്ളതായ വഴിവിട്ട വൃത്തികെട്ടതായ പലതും. ഇപ്പോൾ മാതാനന്ദമായി അവരുടെ ആശ്രമത്തിൽ അവിടെ നടന്നതായ 18 കൊല്ലം 20 കൊല്ലം ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആത്മീയത അന്വേഷിച്ചുകൊണ്ട് അങ്ങേ അപ്പുറത്തുള്ളതായ വൻകരയിൽ നിന്ന് ഇവിടെ വന്നതായ ഒരു സ്ത്രീ അവരുടെ അനുഭവം, ആ അനുഭവം വിവരിച്ചപ്പോൾ അതിനെ തുടർന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞതായ ആ ചാനലിൽ അത് പ്രക്ഷേപണം ചെയ്തതിന് പേരിൽ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പുട്ടുവർത്തി അവിടെ നടന്ന കുഴപ്പം, അതിനെ തുടർന്ന് 3-4 ആളുകൾ മരിച്ചു, ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ കേട്ടു ഹരിയാനയിൽ ഇതുപോലെ തന്നെ ഒരു സിദ്ധൻ, ഒരാൾ ദൈവം,
അയാളുടെ ആശ്രമത്തിൽ നിന്ന് ലഭിച്ചത് 6 ഡെഡ് ബോഡികളാണ്. അപ്പൊ ഇതുപോലെയുള്ള ഇതേ രീതിയിലുള്ള മനുഷ്യമതിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പേരോട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ ചില വ്യാഖ്യാനങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ളതായ ചില മതിലുകളാണ്. ഇതിനെ തട്ടി തകർക്കണം. ഇതൊന്നും ആത്മീയതയല്ല. യഥാർത്ഥത്തിലുള്ളതായ ആത്മീയതയുടെ ഒരു തരത്തിലുള്ളതായ സ്ഫുരണങ്ങളും ഇല്ലാത്തതിന്റെ ദോഷം എല്ലാ വിഭാഗം ആത്മീയ കേന്ദ്രങ്ങൾക്കും ബാധകമാണ്. രണ്ടാമതായി ഈ വിഭാഗത്തിനെ പിന്താങ്ങാൻ അവരുടെ ശക്തിയും അവരുടെ കഴിവും അവരുടെ പ്രകടനാത്മകതയും ഇത് പിന്താങ്ങാൻ വേണ്ടി ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ്. ഈ പറയുന്നതായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അവർക്ക് നൽകുന്നു. കാരണം മതം വലിയൊരു വോട്ട് ബാങ്കാണ്. ഇതിനൊക്കെ മതമല്ല ഉത്തരവാദി. യഥാർത്ഥമായ ആത്മീയത യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യൻ നന്നായി നയിക്കേണ്ടതാണ്, നേർവഴിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് മതവിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പേരോടിനെ പോലുള്ള ആളുകൾ ഇത്രയും നീചമായ വിശദീകരണങ്ങളുമായി വരുമ്പോൾ അവിടെ ഇനിയും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കേണ്ട ആ കുട്ടികൾക്ക് നൽകുന്ന ഈ പ്രചോദനം അത് എന്താണ്? അത് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ കഴിയുന്നിടത്തോളം പെൺകുട്ടികളെ ചെറുതായാലും വലുതായാലും പീഡിപ്പിച്ചോളും, ഞങ്ങൾ ഇവിടെ വ്യാഖ്യാനിക്കാനുണ്ട് ന്യായീകരിക്കാനുണ്ട് എന്നല്ലേ പറയുന്നത്. ഒരു നിലപാടില്ലാത്തതായ ഒരു ലൈനിലൂടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തെ പിന്താങ്ങുന്ന പേരോടുമാരും നീങ്ങുന്നിടത്തോളം കാലം ഒരിക്കൽ CPM അനുകൂലിക്കുന്നു, പിന്നെ BJP അനുകൂലിക്കുന്നു. അവിടെ മുജാഹിദ് വഹാബികൾ എന്ന് പറയുന്നത് സൗദി ഭരണകൂടത്തിന്റെ അതിന്റെ രാജാക്കന്മാരുടെയും ഭരണകർത്താക്കളുടെയും കൂടെ കഴിവ് കഴുകാൻ പോകുന്നു. അത് വലിയ കാര്യമായി പ്രദർശിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ സഹായിച്ചാലും ഇല്ലെങ്കിലും നമുക്കതിന് അകത്തേക്ക് പോയി നോക്കിയാൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ ഇത്തരം എല്ലാ നീചകർമ്മങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ശ്രീ ഓബ്ല, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ സഹായിക്കുന്നു എന്ന് മാറ്റി നിർത്താം. ശ്രീ ഓബ്ല, അതായത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇത്തരം നീചകൃത്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് പൊതുവേദിയിൽ പ്രസംഗം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ മതപഠനം നടത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാവരും ഇനി മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഇരകളോട് സ്വീകരിക്കേണ്ട സമീപനം ഇതാണ്, പെണ്ണിനോട് എടുക്കേണ്ട സമീപനം ഇതാണ് എന്ന അങ്ങേയറ്റം നീചമായ ഐഡിയോളജി അതിനനുസരിച്ച് വളരാൻ പോവുകയും അങ്ങനെ പുരോഹിതവർഗമായി തീരാനും പോവുകയല്ലേ. ആ നിലയ്ക്ക് അപകടകരമായ പരമ്പരകളുടെ വരവാണ് ഈ സമുദായത്തിൽ ഇനി ഇങ്ങനെയാണെങ്കിൽ കാത്തിരിക്കുന്നത്. പറഞ്ഞില്ലേ, ഈ ഒരു സമുദായത്തിൽ മാത്രമല്ല മറ്റ് സമുദായങ്ങളിലും അത് നൽകുന്ന സന്ദേശം നമ്മൾ മാതാമൃതാനന്ദയാവട്ടെ അല്ലെങ്കിൽ പുട്ടവർത്തിയിലെ സായിബാബയാവട്ടെ അതുപോലുള്ള ആത്മീയ കേന്ദ്രങ്ങളാവട്ടെ ഇതെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളതായ വളരെ വൃത്തികെട്ടതായ ചില ആശയങ്ങളാണ്. ഞാൻ പേരോടിനെ മാത്രം വേർതിരിച്ച് പറയാൻ ഉദ്ദേശിക്കില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ നേരത്തെ ഉള്ളതായ ഒരു സുന്നി പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരൊന്നും തന്നെ ഇത്തരത്തിലുള്ള വൃത്തികൾ ചെയ്തതായി അഥവാ സംഭവിച്ചു പോയാൽ അതിന് ന്യായീകരിക്കുന്നത് പങ്കുവയ്ക്കപ്പെടുന്നത്. സമയപരിമിതി കൊണ്ട് നന്ദി ശ്രീ ഓബ്ല. ഒപ്പം ഫക്രുദ്ദീൻ ഒപ്പം നാസർ ഫൈസി കൂടത്തായി ചർച്ചയിൽ പങ്കെടുത്തതിന്.